സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ പടർന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ED കൃത്യമായി തന്നെ പിണറായി വിജയന്റെ വീടുകളിലെല്ലാം, അതായത് പിണറായിയിലുള്ള വീട്, ബേക്കറി ജംഗ്ഷനിലുള്ള വീട്, CMRന്റെ ഓഫീസുകൾ, മുഹമ്മദ് റിയാസിന്റെ വീട് എന്നീ ഇവിടങ്ങളിലെല്ലാം 12 ഇടങ്ങളിലായി റെയ്ഡ് നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വന്നത് EDയുടെ ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ യന്ത്രത്തോക്ക് എന്തിയ കേന്ദ്രസേനകളെ കണ്ടാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ബാത്റൂമിൽ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഫോൺ വരെ കൈയടക്കി ED റെയ്ഡ് ആരംഭിച്ചു എന്നാണ് നാം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാർ, ഇപ്പോൾ ഇതിനെതിരെ വ്യാപകമായി CPMന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. കണ്ണൂരിൽ P. ജയരാജൻ അടക്കമുള്ള മുതിർന്ന CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് കള്ളക്കേസുണ്ടാക്കി ഞങ്ങളുടെ നേതാവിനെ ക്രൂശിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ അതുമായി ചേർത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പുതിയ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ ഇന്നലെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീട്ടിലേക്ക് അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ED എത്തുമ്പോൾ CMRലുമായുള്ള കേസിന്റെ മുൻ പശ്ചാത്തലമെല്ലാം CPM സഖാക്കൾ മറക്കുന്നു. EDയുടെ അന്വേഷണത്തിന് തടഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും CMRലുമെല്ലാം ഇന്ത്യയുടെ ബഹുവിധ ഹൈക്കോടതികളിൽ കേസ് കൊടുത്ത കാര്യങ്ങളെല്ലാം CPM സഖാക്കൾ മറക്കുന്നു. ഈ കേസ് പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ളതല്ല. ഇവരിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെടുത്തി പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി നരേന്ദ്രമോദി കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം പ്രഭാതം നമ്മൾ കഥകളിലൊക്കെ പറയുന്ന പോലെ പൊട്ടിവിടരുമ്പോൾ പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. ഇത് VD സതീശനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ എന്താണ് അതിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നൊക്കെ CPMകാർ വിളിച്ചു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ്ടും ജനങ്ങളെ ഇവർ വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ചൂണ്ടിക്കാണിച്ചിരുന്നൊരു കാര്യം 2020 കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് പറയുന്നൊരു കാര്യം. ആ കാര്യത്തിന് EDയുടെ അന്വേഷണം ഇപ്പോൾ വരുമ്പോൾ ഇന്നലെ പുതിയ മുഖ്യമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടാണ് EDയെ കൊണ്ട് ഇങ്ങനൊരു അന്വേഷണം നടത്തിപ്പിക്കുന്നത് എന്നുള്ളൊരു നറേഷൻ സൃഷ്ടിക്കുമ്പോൾ ഇതിനു മുൻപ് പലതവണ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സന്ദർശിച്ചതെല്ലാം EDയുടെ അന്വേഷണം അല്ലെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയായിരുന്നു എന്നൊരു സംശയം കൂടി എനിക്കും സാധാരണ ജനങ്ങൾക്കുമുണ്ട്. എന്താണ് ഇത്തരം പല നിയമവ്യവഹാരങ്ങളും നടത്തിയിട്ടുള്ള സാറിന്റെ അഭിപ്രായം? അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കാലം പിണറായി വിജയനുമായി ധാരണയിലായിരുന്നു എന്നുള്ള കാര്യം വളരെ സംശയമില്ലാത്തൊരു കാര്യമാണ്. 2020 നടന്ന ഒരു വിധിയുടെ പിന്നാലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്ന മുഖ്യമന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയനെ മാത്രം 2020 എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യാതിരുന്നത്, മകളെ തൊടാതിരുന്നത്? തെലങ്കാന മുഖ്യമന്ത്രി മകൾ കവിതയെയും അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കൃത്യമായി കോടതി വിധിയിലുള്ള രേഖകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? വളരെ കൃത്യമായിരുന്നല്ലേ. അതേപോലെ അവർക്കെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ടാണ് 2020 മുതൽ ആരംഭിക്കാതിരുന്നത്? ഷോൺ ജോർജിന്റെ, അതായത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് BJPയിൽ ചേരുകയും അദ്ദേഹം കൃത്യമായി നിയമയുദ്ധം ആരംഭിക്കുകയും ചെയ്തതോടുകൂടിയിട്ടല്ലേ ഇതില് എന്തെങ്കിലും നടപടികൾ തുടക്കമുണ്ടായത്? ഒരു അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തിൽ ഷോൺ കൂടി കക്ഷി ചേരുകയുണ്ടായെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷോൺ ജോർജിന്റെ ഇടപെടലും ഹൈക്കോടതിയിൽ പോയി അത് അന്വേഷണം ഉത്തരവിടലും അതുപോലെ ഇടപെടലുകൾ തന്നെയാണ് ഈ കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. അങ്ങനെ 2020 മുതൽ അല്ല, 2016 മുതൽ തന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഇതിന് 2014 BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരം വന്നത്. ഇവിടെ പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിൽ ഡിസ്ചാർജ് പെറ്റീഷൻ വന്നപ്പോൾ അവിടെ പ്രോസിക്യൂട്ടറെ മാറ്റുന്നത് 2014 കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടറാണ് ഇത്തരം കാര്യങ്ങളിൽ ആള് മാറുകയും പിണറായി വിജയൻ അനുകൂലമായി നിൽക്കുന്ന ആളെ കൊണ്ടുവരികയും അങ്ങനെ അട്ടിമറിക്കാൻ സൃഷ്ടിക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത്. സർ, ലാവ്ലിൻ കേസിൽ പലപ്പോഴും CBIയുടെ അനാസ്ഥ പിണറായി വിജയന് അനുകൂലമായി വന്നിട്ടില്ല. അതിന്റെ പുറകില് BJP തന്നെയായിരുന്നില്ലേ? BJP നേരിട്ട് അവിടെ അട്ടിമറിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ 10 വർഷക്കാലമായിട്ട്
കിടക്കുന്നത്, 8 വർഷക്കാലമായിട്ട് 8.5 കാലമായിട്ട് കിടക്കുന്നത്. കാരണം ഒരു കേസും ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഓർഡറുകളാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ തന്നെ പിണറായി വിജയനും കേന്ദ്ര ഗവൺമെന്റിനും ധാരണയാണ്. ആ ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിക്കുന്ന നാടാണ് കേരളം. ഇവിടെ കോൺഗ്രസ് മുക്തമാവണം. ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത്. 10 വർഷം അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ ഡൽഹിയിൽ കൊടുത്ത റിപ്പോർട്ടും ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാർ പിണറായി വിജയനുമായി ധാരണയായി ഡൽഹിയിൽ കൊടുത്ത റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 10 വർഷമായി യാതൊരു നടപടികളും പിണറായി വിജയനെ തൊടാതെ സംരക്ഷിച്ചു പോന്നത്. ഏറ്റവും നമുക്കറിയാം, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ ഒരു തരത്തിലും പിന്നെ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം അവർ അവിടെ പോയി പറയുന്നത് എന്താ, ഞങ്ങൾക്ക് സമയമില്ല എന്നാണ്. സാർ 37 അധികം പ്രാവശ്യത്തിലധികം മാറ്റി 80ഓളം പ്രാവശ്യം മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പരമോന്നത കോടതിയിൽ ഇത്രത്തോളം വലിയ ഒരു സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു കേസിൽ, അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പ്രതിയാവുന്ന ഒരു കേസിൽ ഇത്രത്തോളം അലംഭാവം എങ്ങനെയാണ് വന്നുപെട്ടത് എന്നുള്ളതാണ് സാധാരണക്കാർക്കുള്ള സംശയം. ഇത് കോടതി അലക്ഷ്യമാകും എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോൾ പരമോന്നത കോടതിയിൽ സാർ പറഞ്ഞതുപോലെ 80 പ്രാവശ്യം ഒരു കേസ് മാറ്റി വെക്കപ്പെടുമ്പോൾ എന്ത് സന്ദേശമാണ് സാധാരണ ജനത്തിന് നൽകുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയല്ലേ, ചോദ്യം തന്നെയല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും പരമോന്നത കോടതിയിൽ CBI നടത്തിയിരിക്കുന്ന കസർത്ത് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും സുപ്പീരിയറായ പിന്നെ അതിന്റെ അഡ്വക്കേറ്റ് തുഷാർ മേത്ത നേരിട്ട് പോയിട്ട് സോളിസിറ്റർ ജനറൽ നേരിട്ട് പോയിട്ട് പറയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട്. പിണറായി വിജയന്റെ അഡ്വക്കേറ്റ് അല്ല പറയുന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയനോട് കൂടെയാണ്. മാത്രമല്ല ഇവിടുത്തെ BJP നേതാക്കന്മാരോട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു, K. സുരേന്ദ്രനും അതേ V. മുരളീധരനോടും. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിളിച്ച ശേഷം പിന്നെ അവർ ഫോണേ എടുക്കാറില്ല. അവർ എന്നോട് ചോദിച്ച് ഈ ലാവലിംഗ് കേസ് എങ്ങനെയാണ് ചോദിച്ച് വേണ്ട സഹായം ചെയ്തേണ്ട ആൾക്കാരാണ്. ഒരു വസ്തുവും ചെയ്തെന്നില്ല. മാത്രമല്ല അവർ അട്ടിമറിക്കാനുള്ള എല്ലാ സഹായം ചെയ്യുകയും പിണറായി വിജയനും V. മുരളീധരനും അതേപോലെ യൂസഫ് അലിയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു കേരളത്തിലെ ഭരണം എന്ന് അന്ന് വലിയ പ്രചാരമുണ്ടായിരുന്നു. ഇത് പറഞ്ഞ BJPയിലെ നേതാക്കന്മാർ തന്നെയാണ്. അതേപോലെ മകനും യൂസഫ് അലിയും അതേപോലെ V. മുരളീധരനും ദുബായ് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എല്ലാവരും സെറ്റിൽമെന്റ് ചെയ്യുന്നു. പിന്നെ V. മുരളീധരന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു, K. സുരേന്ദ്രന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു എന്നാണ് അന്ന് ആരോപണം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം നീട്ടിപ്പോയത്? 2020 നടക്കേണ്ട ഒരു കേസായിരുന്നില്ലേ? 6 വർഷമാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത്. അപ്പൊ 6 വർഷം നീട്ടിക്കൊണ്ടുപോയി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഷോൺ ജോർജിന്റെ കൃത്യമായ ഇടപെടൽ ഫൈറ്റുമാണ് ഇവിടെ എത്താൻ കാരണം. അവിടെ ഒരു ചോദ്യമുണ്ട്. 2026 ഭരണം മാറുന്നവരെ പിണറായി വിജയനെ തൊടാൻ പോലും ഇവർ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്നലെ ഹൈക്കോടതി ഒരു വിധി വന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് അവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നാണ്. അതായത് പിണറായി വിജയനെയും കൊണ്ട് നടന്നിട്ട് യാതൊരു ഗുണവും BJP കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് രണ്ടാമത് അധികാരത്തിൽ വരിക മാത്രമല്ല 100 ഇരട്ടി ശക്തിയോട് കൂടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. ഭൂരിപക്ഷത്തോടുകൂടി BJP 3 സീറ്റുകളിൽ ജയിച്ചു എന്നത് വലിയ കാര്യമല്ല. അവർക്ക് 14% മാത്രമാണ് 2020 അടക്കം കൂട്ടുകൂടിയിട്ട് കിട്ടിയിട്ടുള്ളത്. 1% പോലും കൂടുതൽ കഴിഞ്ഞ തവണത്തേക്ക് കൂടുതലായിട്ട് കിട്ടിയില്ല. സാർ, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി EDക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ EDക്ക് അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഹർജി തള്ളിക്കഴിഞ്ഞപ്പോൾ ED പൂർവാധികം ശക്തിയോടുകൂടി ഈ കേസിൽ നിയമപരമായി ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയായുള്ള കൂടിക്കാഴ്ച ഈ കേസിനെ എങ്ങനെയാണ് ആക്കം പകരുന്നത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. VD സതീശൻ പുതിയതായി മുഖ്യമന്ത്രിയെ വന്നിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറവൂർ മണ്ഡലത്തിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയത് RSSും BJPയുമാണ്. അവരാണ് കൂടുതൽ വോട്ട് പിടിച്ചതും പ്രാവശ്യം. അതുകൊണ്ടാണ് VD സതീശന് വോട്ട് കുറയാൻ കാരണം. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായത്. അങ്ങനെയുള്ള VD സതീശനെ എല്ലാ തരത്തിലും തകർക്കാൻ വേണ്ടി പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന BJP ഇന്നലെ VD സതീശൻ ഡൽഹിയിൽ പോയി ഔദ്യോഗികമായി ഒരു സന്ദർശനം പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ള ചടങ്ങ് ചെയ്തതിന്റെ പിറ്റേ ദിവസത്തിൽ ഉണ്ടായി വന്നതിന് തലയിൽ കുറ്റം മുഴുവൻ ആർക്കാണ്? VD സതീശന് കെട്ടിവെക്കുന്ന പിണറായി വിജയൻ
കൃത്യമായി മറുപടി പറയേണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയേണ്ടത്, LDF മറുപടി പറയേണ്ടത്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ പോയിരുന്ന് പ്രധാനമന്ത്രിയുമായിട്ടും അമിത്ഷായിട്ടും ധാരണയുള്ളത് കൊണ്ടല്ലേ നയതന്ത്ര പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, CMR ഈ കേസ്, ഇപ്പം റെയ്ഡ് നടക്കുന്ന കേസ്, ഇതൊക്കെ നിർമ്മലാ സീതാരാമനായിട്ട് പുട്ടുംകടലയും ഉള്ള ചായ കുടിയെല്ലാം. അപ്പൊ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് 2020 കേസല്ലേ? അന്ന് പിണറായി വിജയനല്ലേ ഇവിടെ മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മലാ സീതാരാമനെ എല്ലാം കണ്ടത് ഇത്തരം കേസുകൾ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയോ വഴി തടയുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് ഇപ്പൊ CPM മറുപടി പറയണ്ടേ? അല്ല, മറുപടി പറയാൻ അവർ സമ്മതിക്കണം. അവർ 100% സമ്മതിക്കണം. ഇന്നലെ രാത്രി VD സതീശനെ കണ്ടു, അന്നപ്പോ ഇന്ന് രാവിലേക്ക് ഇത് നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ ജനങ്ങൾ ഇത്രയും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് കരുതേണ്ടത്. കാരണം അത് വിചാരിച്ചിട്ടായിരിക്കാം പഴയ പോലെ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. കാരണം ഒറ്റ രാത്രി കൊണ്ട് ഇന്നലെ കണ്ടു, ഇന്ന് രാവിലെ മുമ്പേക്ക് എല്ലാം റെയ്ഡെല്ലാം നടത്താൻ ഇതെന്താ അത്ഭുത പ്രതിഭാസം വേണ്ടോ? ED അത് നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായി ഇന്നലെ ഹൈക്കോടതി വിധിയും കൂടെ വന്നപ്പോൾ അവർ സുഗമമായി എന്നുള്ളതാണ് സത്യം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, രാജീവ് ചന്ദ്രശേഖർ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഷോൺ ജോർജ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും വേണ്ട. അവരെ കൃത്യമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ BJPക്ക് ഇവിടെ വളരാൻ പറ്റും, അല്ലാതെ ഒരു വഴിയുമില്ല. ആ വഴി കൃത്യമായി അവർ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നിരിക്കുന്നത്. പക്ഷേ ഡൽഹിയിലെ കേജ്രിവാളിനെ പിടിച്ച മാതിരിയല്ല, കൃത്യമായ രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാര് പിണറായി വിജയനും മകളും പുന്നാര മോള് കൃത്യമായി എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വന്ന 1,76,00,000 രൂപയിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാത്രമല്ല സാർ, ഇപ്പൊ അതിനൊരു ആക്കം കൂടുന്നൊരു കാര്യം, ഇപ്പൊ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റ് നേടാൻ സാധിച്ചു. അപ്പൊ ഇനിയും ഇങ്ങനെ ഈ പിണറായി വിജയനെയും CPMനെയും പ്രീണിപ്പിച്ച് നിർത്തി കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ BJPക്ക് കേരളത്തിൽ നേടാനായിരിക്കുന്ന ഈ നേട്ടം ഇനി നിലനിർത്താൻ സാധിക്കില്ല എന്നുകൂടിയുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഏതെങ്കിലും തരത്തിൽ BJP സർക്കാരിന്റെയോ നരേന്ദ്രമോദിയുടെ ഒരു പരീക്ഷ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ മേലുള്ള കേസിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് കഴിഞ്ഞു. പിണറായി വിജയൻ ഇന്നലെ വരെ അവർക്ക് ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി ആയപ്പോൾ. ഇന്ന് പിണറായി വിജയൻ അവർക്ക് ആവശ്യമില്ല. കാരണം പിണറായി വിജയൻ ഈസ് എ വേസ്റ്റ്. ഇനി അതിലെ പാർട്ടി അണികളെയാണ് വേണ്ടത്. ഇപ്പൊ കറിവേപ്പില പോലെ പിണറായി വിജയനെ BJP വലിച്ചെറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിച്ചെറിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ നടന്നത്. ഒരേ സമയത്ത് റെയ്ഡ് നടക്കല്ലേ. PC ജോർജ് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാത്തിനെയും പിടിച്ച് അകത്താക്കും, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ അവർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെക്കുമെന്ന് പറഞ്ഞു. അതിലേക്ക് പോവുകയാണ്. ഒരു ഫാമിലി അപ്പാർട്ട്മെന്റിന് പണിത് കൊടുക്കുന്നതാണ് PC ജോർജ് പറഞ്ഞത്. അതെ, ഒരു അവിടെ ജയിലൊരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കും സെൻട്രൽ ജയിലിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൃത്യമായി പോവുകയാണ്. എന്തായാലും യന്ത്രത്തോക്കുമായി പിണറായി വിജയന്റെ വീട് വളഞ്ഞ് കൃത്യമായി ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ നിമിഷ നേരം കൊണ്ടാണ് വീടുകളിലേക്ക് ഇരച്ചു കയറി പിണറായി വിജയനും അതേപോലെ വീണ വിജയനും ഒക്കെ തന്നെ അവർ കസ്റ്റഡിയിലാണ്. അവരെ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അധികം താമസിയാതെ അറസ്റ്റ് വാർത്തയും നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കാവുന്നത്.